ഒരേപോലെയുള്ള വേറെ ആൾക്കാരും ഉണ്ടാവില്ലേ ലോകത്ത്? ഓ, ഞാനൊന്നും ചോദിച്ചില്ലേ. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. അല്ല, ഇവിടെ വരെ വന്നതല്ലേ, വീട്ടിലേക്ക് കയറിയിട്ട് പോവാ. ജിയക്കുട്ടിക്ക് എന്റെ വീടൊക്കെ കാണണ്ടേ? അതൊക്കെ പിന്നീട് കാണാം ഉസ്മാനെ. ജിയന്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, അവളെ അച്ഛൻ ഇവിടെ ആക്കിയതാ. എന്നാ തിരിച്ചു പോകുന്നേ? അറിയില്ല എങ്ങനെയെന്നൊന്നും. ചിലപ്പോ നാളെ പോവും. അയ്യോ, നാളെ പോവണ്ട. അപ്പൊ നമുക്ക് ഒപ്പരം കളിക്കാൻ കഴിയത്തില്ല. സൺഡേ കഴിഞ്ഞ് പോവാം. അതൊന്നും പറ്റത്തില്ല. അച്ഛൻ വന്നാ ഞാൻ പോവും. ഇത് പാറക്കുട്ടി തന്നെയല്ലേ? ഇത് പാറക്കുട്ടി ഒന്നുമല്ല. പാറക്കുട്ടിയുടെ അതേ സംസാരവും. അതോ, ഞങ്ങളും പറഞ്ഞിരുന്നു ആദ്യം പാറക്കുട്ടിയാണോന്ന്. പാറക്കുട്ടിയുടെ അതേ സംസാരം തന്നെ. അതെ, തുമ്പി പാറു എന്നോട് ചോദിച്ചിരുന്നു പാറക്കുട്ടി തന്നെയാണോന്ന്. ഓ, എന്നാ ഞങ്ങൾ പോട്ടെ ഉസ്മാനെ, പിന്നീട് വരാവേ. ശരി ജിയമോളെ, ടാറ്റാ. പിന്നെ സൺഡേ കഴിഞ്ഞിട്ട് പോവാവേ, നമുക്ക് കളിക്കണ്ടേ? നോക്കട്ടെ ജിയമോളെ, നമുക്ക് പോവാം. അമ്മ വേഗം വരാൻ പറഞ്ഞിട്ടില്ലേ? പോവാ ചേച്ചി, ബൈ. അയ്യോ പാറൂസേ, എന്താ ചേച്ചി? നിന്റെ മുടിയൊക്കെ ദാ പോരുന്നേ. ഏതായാലും അവരൊക്കെ വിശ്വസിച്ച് കുറച്ചുകൂടെ നിന്നിനെങ്കിൽ ഉസ്മാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ഏതായാലും ഒരു വഴിക്ക് രക്ഷപ്പെട്ട്. ചേച്ചി ഇതൊക്കെ ഒന്ന് അയച്ചു തന്നേ. മനുഷ്യന് തല ചൊറിഞ്ഞിട്ട് വയ്യ. അയ്യോ പാറൂസേ, ഇത് പറിക്കാൻ കിട്ടുന്നില്ല. എന്നെ പറിക്കാൻ കിട്ടുന്നില്ലെന്നോ? അതെ. അയ്യോ അമ്മേ, നീ കരയല്ലേ? ചേച്ചിന്റെ ഒറ്റ പണിയാ. നീ ഇപ്പൊ എന്ത് പറഞ്ഞോ? ദേവു മാറി, ഞാൻ നോക്കട്ടെ. പാറൂസേ കരയല്ലേ? കിട്ടി. താങ്ക് യു അമ്മേച്ചി. പാറൂസേ, ഉസ്മാൻ, ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഇത് പാറൂസാണെന്ന്. അപ്പൊ എന്താ ദേവേച്ചി പറഞ്ഞേ? അത് പിന്നെ ഞങ്ങളൊരു പ്രാങ്ക് ചെയ്തതല്ലേ. പ്രാങ്ക് പോലും എനിക്ക് ആദ്യമേ അറിയായിരുന്നു. ഇങ്ങനത്തെ ഉടായിപ്പൊക്കെ നിന്റെ അടുത്തേ ഉണ്ടാവൂ. എന്തുടായിപ്പ്? അവിടെ വെച്ച് എനിക്ക് പറയാൻ കഴിയാഞ്ഞിട്ടല്ല. നീ എന്തൊക്കെയാ എന്നെ പറഞ്ഞേ? ഞാൻ പറഞ്ഞതിലെന്താ കളവ്? ഒക്കെ ഉള്ളത് തന്നെയല്ലേ. ഓ, നിങ്ങൾ രണ്ടാളൊന്നും മിണ്ടാക്കോ? ചേച്ചി മര്യാദക്കോളോട് പോവാൻ പറ. നീ ഒന്നും മിണ്ടാതെ നിക്ക് പാറു. അവളോട് പോവാൻ പറ. നമ്മുടെ പ്ലസു ഞാൻ പോവൂല. ഏതായാലും ഞാൻ പോവാ. നിങ്ങളൊക്കെ പാടെ ഞങ്ങളെ പറ്റിച്ചില്ലേ? വാ അമ്മി. അയ്യോ ഉസ്മാൻ പിണങ്ങി. ഉസ്മാൻ എന്നോട് പിണങ്ങി. പാറൂസേ, അത് സാരല്ല, അവൻ കുറച്ച് കഴിഞ്ഞ് വന്നോളും. ചേച്ചി, എനിക്ക് അവൻ വരുമെന്ന് തോന്നുന്നില്ല. ഒന്ന് മിണ്ടാ നിക്ക് തുമ്പി. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞത് പോയപ്പോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ. തുമ്പി, നീ ഒന്ന് മിണ്ടാതെ നിൽക്കണ്ടോ? പാറൂസേ, അവൾ എന്തേലൊക്കെ പറയാ, നീ അത് കാര്യാക്കണ്ട. അവൻ വരും. ഇല്ല വീണേച്ചി, ഉസ്മാൻ ഇനി വരില്ല. എന്നോട് പിണങ്ങി കാണും. പാറു, ആദ്യം നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. ചേച്ചി മിണ്ടണ്ട, എനിക്കൊരു ഡ്രസ്സും വേണ്ട. എന്ത് പണിയാ നീ കാണിച്ച പാറൂസേ? അത് തുമ്പിന്റെ ഡ്രസ്സല്ലേ? അതെന്തിനാ നീ വലിച്ചെറിഞ്ഞേ? ദേവു, അവളെ വായ്ക്ക് പറയണ്ട. പറയാതെ പിന്നെ ഇങ്ങനെ ചെയ്യല്. ഞാൻ പോവാ. പാറൂസേ, അവക്ക് നല്ല വിഷമായി കാണും. അതാ അവള് ഡ്രസ്സൊക്കെ വലിച്ചെറിഞ്ഞ്. തുമ്പി, സോറി ട്ടോ. അത് സാരല്ല ദേവേച്ചി, അത് എടുത്താ പോരെ. എന്നാ ഞാൻ പോവാണേ. ദേവു, ഇത് വേണ്ടേ? ഓ, ഈ ഒരു സാധനം എല്ലാത്തിനും കാരണം. ഇത് നീ വേണ്ട. അതെന്തിനാ ദേവു എറിഞ്ഞേ? അത് നീ വേണ്ട. അപ്പൊ പാറൂസ് ചോദിക്കൂലേ? അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. എന്നാലും ദേവേച്ചി എറിയണ്ടായിരുന്നു. കളിക്കുമ്പോ ഒക്കെ വെക്കാമായിരുന്നു. അതെ ദേവു, എറിയണ്ടായിരുന്നു. അവിടേച്ചി, ഞാനിപ്പോ എങ്ങോട്ടാ എറിഞ്ഞേ? നീ ആ കാട്ടിലോട്ടാ എറിഞ്ഞേ. അതെ, ഇനിയിപ്പോ എങ്ങനെ കിട്ടുക? ഷോ, അവിടേക്ക് എത്തിയോ? അത് സാരില്ല, നമുക്ക് പോയി നോക്കാം. അങ്ങോട്ടൊന്നും പോവാൻ പാടില്ല ചേച്ചി. അമ്മ പറഞ്ഞിട്ടില്ലേ, അവിടെ മുഴുവൻ കാടാ. നീ ഇവിടെ നിന്നോ, ഞങ്ങൾ പോയി വരാം. അയ്യോ, വന്നോ പാറൂസേ? എന്റെ മുടി കളർ ചെയ്താ എങ്ങനെ ഇരിക്കും എന്നെ കാണാൻ? നിന്റെ ഒരു അഭിപ്രായം പറ. പറ, നീ എന്താ ഒന്നും പറയാത്തേ? ഓ, പറയാനിപ്പോ എന്താ, പരമ ബോറായിരിക്കും. ഓ, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നീയല്ലല്ലോ, ഞാനല്ലേ കളർ ചെയ്യുന്നേ. അത് തന്നെ പറഞ്ഞേ. അല്ല, നീയല്ലേ എല്ലാവരെയും പറ്റിക്കാൻ പോയത്? എന്നിട്ട് എന്തായി? അവരെല്ലാരും നിന്നെ ഓടിച്ചോ? ഓ, എനിക്ക് അല്ലെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ചിക്ക. ചേച്ചി മിണ്ടാന്നോ? നീ എന്തിനാടി എന്നോട് ചൂടാവുന്നേ? ഞാൻ കാര്യം തന്നെയല്ലേ ചോദിച്ചേ. അങ്ങോട്ട് പോകുമ്പോ നല്ല ഉഷാറായി എല്ലാരും പറ്റിക്കുന്നു പറഞ്ഞു പോയവളല്ലേ. അല്ല, നിന്റെ മുടി എന്തേ? അവരെ എടുത്ത് എറിഞ്ഞോ? അമ്മേ, ഈ ചേച്ചിനെ വിളിച്ചോണ്ട് പോ. ലച്ചു, എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ലമ്മേ. അമ്മേ, ലച്ചു ചേച്ചി എന്നെ കളിയാക്കുന്നേ. ഞാൻ മിണ്ടാതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ചേച്ചി ഓരോന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നമ്മേ. ആണോ ലച്ചു? ഇല്ലമ്മേ, അവളെന്തോ പറയാ. അല്ല, നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നേ? എന്നോട് അമ്മ എന്താ പറഞ്ഞേ? ഓർമ്മ കാണില്ല. 24 മണിക്കൂർ മൊബൈൽ കളിച്ചിരുന്നോ? ആ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നോ? അലമാര മൊത്തം അലങ്കോലായി കിടക്കുക. ഇപ്പൊ ഓർമ്മ വന്നു. ഞാൻ വേഗം ചെന്നൂട്, എല്ലാം അടുക്കി ഒതുക്കി വെച്ചൂട്. ഞാൻ എന്റേത് മാത്രമേ അടുക്കി വെക്കുള്ളൂ. നീ അത് തന്നെ ചെയ്ത വലിയ ഉപകാരം. വേഗം ചെന്നൂട്, അതിൽ 3/4 ഭാഗം നിന്റെയാ. പിന്നെ നല്ലോണം ഒതുക്കി വെച്ചേക്കണേ. നല്ല വൃത്തിക്ക് മടക്കി വെക്കണ്ടേ? അമ്മ കേട്ടു. ഫോൺ കണ്ടു നിൽക്കാനല്ലോ വിട്ടേ. അമ്മ ഞാൻ ചെയ്തോളാം. പൊതുവെ ഞാൻ ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിൽ നീ ചിരിക്കാറാണ്
കൊടുത്തോ നീ? അമ്മേ എന്താടാ? ഉസ്മാൻ എന്നോട് പിണങ്ങി അമ്മേ. എന്തിന്? അവരൊക്കെ ഞാൻ പറ്റിച്ചില്ലേ, ഇനി അവരാരും എന്നോട് മിണ്ടത്തില്ല. അവരൊക്കെ മോളോണ്ട് മിണ്ടു. ഇല്ല അമ്മേ, അവരെന്നോട് പിണങ്ങി. മോള് വിഷമിക്കൊന്നും വേണ്ട, മോളോണ്ട് അവര് നാളെ തന്നെ മിണ്ടുട്ടോ. സത്യം? ആടാ, നാളെ തന്നെ മോളോണ്ട് എല്ലാരും മിണ്ടും. നമുക്ക് കുറച്ച് പണിയുണ്ട് ട്ടോ. അവൻ അച്ഛന്റെ കൂടെ വന്നിരുന്നേ. എന്നിട്ട് എവിടെ? പണിക്കാർക്കുള്ള ഭക്ഷണത്തിന് അച്ഛൻ വന്നിരുന്നേ. അച്ഛന്റെ കൂടെ പിന്നെയും അവൻ പോയി. നിങ്ങൾ എല്ലാരും കൂടി കൊണ്ടുപോയി അച്ഛൻ എങ്ങനെ നോക്കാനാ? നിനക്ക് ഇനിയും പോവാലോ പാറൂസേ. ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറൂലേ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറും. എന്നാ വാ, അമ്മക്ക് കുറച്ച് പണിയുണ്ട്. അമ്മ ചോറ് എടുത്തു തരാം. ദേവു എന്തേ? ദേവു ചേച്ചി വന്നില്ലമ്മേ. അവളെവിടെ? ചേച്ചി തുമ്പി ചേച്ചിന്റെ അടുണ്ട്. മോള് പോയി ചേച്ചിനെ വിളിച്ചു വാ, ഞാൻ രണ്ടാക്ക് ഭക്ഷണം എടുത്ത് വെക്കട്ടോ. എനിക്കൊന്നും വയ്യ. ചെല്ല് പാറൂസേ. എനിക്കൊന്നും വയ്യ. അമ്മയുടെ പൊന്നു മോളല്ലേ. അമ്മ സോപ്പിലൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. പിന്നെ വേഗം വന്നേക്കണേ. ചേച്ചി, ദേവേച്ചി. ഈ ചേച്ചി എവിടെ പോയി കിടക്കുന്നേ? ചേച്ചി. ആരിത്? പാറുമോളോ? ആന്റി, ദേവേച്ചി ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ഇല്ലേ? പിന്നെ ചേച്ചി എവിടെ പോയി? അവര് പാത്തോന്റെ അവിടെ പോയിട്ടുണ്ടാവും. തുമ്പി പാറൊന്നും വിടല്ല. എന്നാ ശരി ആന്റി, പാറൂസ് അവരോട് വരാൻ പറയട്ടോ. ഓഹോ, എന്നെ കൂട്ടാതെ കളിക്കാൻ പോയിട്ടുണ്ടാവും. ഇത് പറ്റില്ല ഉസ്മാനെ, ഇത് കള്ളക്കളിയാ. നിങ്ങൾക്ക് കളി അറിയാത്ത എന്റെ കുഴപ്പാ? അല്ലെങ്കിൽ തുമ്പിയേച്ചി, അവന് കള്ളക്കളി മാത്രമേ അറിയൂ. ദേവേച്ചി. എന്താ പാറു? ചേച്ചി വന്നില്ല അങ്ങോട്ട്? ഇല്ലല്ലോ. പിന്നെ ചേച്ചി എവിടെ പോയി? അല്ല, അങ്ങോട്ട് വന്നില്ല. ഇല്ല. അയ്യോ, അവർക്ക് എന്ത് പറ്റി കാണും? അവർക്ക് എന്ത് പറ്റിയെന്ന്? ഡാ ഉസ്മാനെ, തിരിച്ചു പോകുന്ന വഴിക്ക് പാറു ദേവുവിന് കുറേ വഴക്ക് പറഞ്ഞു. എന്തിന്? നീ അവളോട് പിണങ്ങിയില്ലേ? അപ്പൊ ആ ഐഡി പറഞ്ഞു കൊടുത്തത് ദേവു എന്ന് പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് പാറൂസ് പിണങ്ങി പോയി. ദേവു ദേഷ്യത്തിന് ആ മുടി കാട്ടിലേക്ക് എറിഞ്ഞ്. അതെടുക്കാൻ പാറൂച്ചും ദേവും പോയിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ?